ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. വിധി പുനഃപരിശോധിക്കേണ്ടതാണെന്നും സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും സുപ്രധാനമാണ്. രാഷ്ട്രീയമായി പോലും ഏറെ ശ്രദ്ധേയമായ നിർണായകമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു എന്ന് സോളിസിറ്റർ ജനറലാണ് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായും പോലും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. നേരത്തെ സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ ഈ യുവതീ പ്രവേശനം ശബരിമലയിൽ അനുവദിച്ച സുപ്രീം കോടതി വിധിയെ സ്വാഗതം ഇപ്പോൾ വരുന്ന ഒരു നിലപാട് പ്രഖ്യാപനം കോടതിയിൽ വരുന്നത് പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു കേന്ദ്രം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് 2018 സുപ്രീം കോടതി ഉത്തരവിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു എന്ന് കേന്ദ്രം പറയുകയാണ്. വിധി പുനഃപരിശോധിക്കേണ്ടതാണ് എന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് കേന്ദ്രം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണ്ട എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലപാടിനെ വായിച്ചെടുക്കാൻ കഴിയുക. നേരത്തെ ഈ പറയുന്ന രീതിയിൽ അന്ന് ഈ വിധി പ്രസ്താവം ഉണ്ടാകുമ്പോൾ അതിനെ RSS ആദ്യം സ്വാഗതം ചെയ്തതും ആദ്യമെന്നല്ല RSSന്റെ ആദ്യം മുതൽ നിലപാട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണം എന്നത് തന്നെയായിരുന്നു. സുപ്രീം കോടതി വിധി വരുമ്പോൾ RSSനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. പിന്നീട് കേരളത്തിലെ സ്ഥിതിഗതികൾ മാറുന്നതും ഇവിടെ നിലപാട് മാറുന്നതും ഒരു സുവർണാവസരം എന്ന രാഷ്ട്രീയ പ്രയോഗമൊക്കെ നമ്മുടെ കയ്യിൽ ഓർമ്മയുണ്ട്. അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ എന്തായാലും അതിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത് ഈ പറയുന്നത് പോലെ എന്താണ് ആ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു കേന്ദ്രം പറയുന്നു. വിധി പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് സോളിസിറ്റർ ജനറൽ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേന്ദ്രം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ ഒരു നിലപാട് വ്യക്തമാക്കൽ സുപ്രീം കോടതിയിൽ സംസ്ഥാനം നടത്തുമോ എന്നുള്ളതാണ് അല്പസമയത്തിനകം നമുക്ക് കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്ന കോടതിയിൽ ഈ വിഷയത്തിനായി നോഡൽ കൗൺസിലർമാരെ നിയമിക്കുന്നു എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട്. നോഡൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി നിയമിക്കുന്ന അഭിഭാഷകർ തന്നെ, സ്പെഷ്യൽ അഭിഭാഷകർ തന്നെയാണ്, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്നൊക്കെ നമ്മൾ നിയമത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ. നേരത്തെ CA വിഷയത്തിൽ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ കാര്യത്തിലൊക്കെ ഇത്തരത്തിൽ നോഡൽ കൗൺസിലർമാർ ഉണ്ടാവുന്നുണ്ട്. ഈ അഭിഭാഷകരുടെ ഉത്തരവാദിത്തം ആ നടപടികളെ ഇങ്ങനെ സങ്കീർണമായ ലിറ്റിഗേഷൻ ഉള്ള സംഭവങ്ങൾ കേസുകളിൽ ആ നടപടികളെ ലഘൂകരിക്കുക, ആ നടപടികളെ കോർഡിനേറ്റ് ചെയ്യുക, ഇരുപക്ഷത്തിൻ്റെയും കൗൺസിലർമാരുണ്ടാകും. അങ്ങനെ സങ്കീർണമായ കുറേയധികം വശങ്ങൾ കേൾക്കേണ്ടി വരുന്ന സങ്കീർണമായ നിയമവ്യവഹാരങ്ങളിലാണ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അല്ലെങ്കിൽ കോടതി അത്തരത്തിൽ പ്രത്യേക അഭിഭാഷകരെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. എന്തായാലും ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ അങ്ങനെ നോഡൽ കൗൺസിലർമാർ ഉണ്ടാവാൻ പോകുന്നു. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു എന്ന് കേന്ദ്രം പറയുന്നുണ്ട്. ബൽറാം, കേന്ദ്രം അതിൽ നിലപാട് വ്യക്തമാക്കുന്നു, ആ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു. സംസ്ഥാനം ഒരു നിലപാട് വ്യക്തമാക്കൽ ഇന്ന് കോടതിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കോടതിക്കകത്തു നിന്നും അല്പസമയത്തിനും അറിയാനുള്ളത്. ബൽറാം. ഹഷ്മി, തീർച്ചയായും ഈ ശബരിമല കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മാറ്റുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരത്തെ സ്വീകരിച്ച ഇടതുപക്ഷം അല്ലെങ്കിൽ കേരളത്തിലെ LDF സർക്കാർ നേരത്തെ സ്വീകരിച്ച നിലപാട് എന്നിവയിൽ ഒക്കെ കൂടിയാണ്. സംസ്ഥാനം നേരത്തെ 2018 ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും വിധി നടപ്പാക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ ജനകീയ പ്രതിഷേധങ്ങൾ സർക്കാരിന് പോലും അപ്രതീക്ഷിതമായ തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളായിരുന്നു സംസ്ഥാനത്ത് പിന്നീടുള്ള ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. ഭരണഘടനാബെഞ്ച് രൂപീകരിച്ചു. ഏപ്രിൽ 7 പരിഗണിക്കുക. 9-അംഗ ഭരണഘടനാബെഞ്ച് രൂപീകരിച്ചു. ഏപ്രിൽ 7 വീണ്ടും ഈ കേസ് പരിഗണിക്കും. ഏപ്രിൽ 7 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 7 ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിന്റെ പരമാവധിയിലാണോ ഏപ്രിൽ 7 എന്ന സമയം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയില്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിന്റെ ആ സമയത്ത് തന്നെയാകും വീണ്ടും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുക. ഏപ്രിൽ 7 10 മണിക്കാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുക. അതിനിടയിൽ പുനഃപരിശോധനാ ഹർജികളെ ഇതുവരെ കേരള സർക്കാർ എതിർത്തിരുന്നു എന്ന് സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയിൽ പറഞ്ഞു. പുനഃപരിശോധനാ ഹർജികളെ ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജികളെ കേരള സർക്കാർ എതിർക്കുകയായിരുന്നു ഇതുവരെ എന്നാണ് സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ അക്കാര്യത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട് പ്രഖ്യാപനം കോടതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അതേസമയം പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നു. ആ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കപ്പെടേണ്ടവയാണ് എന്നതാണ് കേന്ദ്രത്തിന്റെ സുപ്രീം കോടതിയിലെ നിലപാട്.
ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു എന്നത് തന്നെയാണ്. 9 ആ ഭരണഘടനാ ബെഞ്ചിൽ ആരൊക്കെയാണെന്ന കാര്യവും അല്പസമയത്തിന് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് വാർത്തയെ പുറത്തു വരും. ഏപ്രിൽ 7 മണിക്ക് 7-ാം തീയതി 10 മണിക്കാണ് വീണ്ടും ഈ ഹർജികൾ പരിഗണിക്കുക. ബൽറാം ചേരുന്നു. ബൽറാം, അപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നു. 9 അംഗ ബെഞ്ച് രൂപീകരിച്ചു, അത് പരിഗണിക്കാനുള്ള തീയതിയുമാകുന്നു. ബൽറാം. ഹഷ്മി, ഇന്ന് കോടതിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ, അത് രണ്ടും സംബന്ധിച്ച് വ്യക്തതയുണ്ടായിരിക്കുന്നു. 9 അംഗ വിശാൽ ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വരുന്ന ഏപ്രിൽ 7-ന് ഈ ഹർജികൾ, പുനഃപരിശോധനാ ഹർജികൾ വീണ്ടും പരിഗണിക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ 7-ന് രാവിലെ 10 മണിക്കായിരിക്കും ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് ഇത് എന്നുള്ളത്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആയിരിക്കും ഈ ഹർജികൾ പരിഗണനയ്ക്കായി വരിക എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് കണക്കാക്കേണ്ടത്. കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 6-നായിരുന്നു കേരളത്തിൽ. ഫെബ്രുവരി 26-നായിരുന്നു പ്രഖ്യാപനമുണ്ടായിരുന്നത്. ഇത്തവണ പ്രഖ്യാപനം മാർച്ച് 1-ാം വാരത്തിലേക്ക് പോയേക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ 2-ാം വാരം അവസാനത്തോടുകൂടിയായിരിക്കും കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നാണ് നിലവിൽ കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് ഒരാഴ്ച മുമ്പ് കേരളം തിരഞ്ഞെടുപ്പ് ചൂടിൽ അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഈ ഹർജികൾ, ഈ പുനഃപരിശോധനാ ഹർജികൾ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി എത്തുക. 9 അംഗ വിശാല ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഏറ്റവും സജീവമായി തന്നെ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം എന്നുള്ളത് ശബരിമലയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ, അത് ഇടതുപക്ഷത്തിനെതിരെ നിലവിൽ തന്നെ സജീവമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് വലിയ തിരിച്ചടികൾക്ക് കാരണമായി എന്ന വിലയിരുത്തലുകളുണ്ട്. അതിനിടെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സ്വീകരിച്ച നിലപാട്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമോ, അതിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യം ഇടത് സർക്കാരിന് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കോടതിയിൽ എന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വരുന്ന ഈ ഒരു തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്. ഏപ്രിൽ 7-ന് ഈ ഹർജികൾ, പുനഃപരിശോധനാ ഹർജികൾ വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 9 അംഗ വിശാല ബെഞ്ചായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക. അതിനിടെ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. കേന്ദ്രം ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ഇടത് സർക്കാർ, കേരളത്തിലെ LDF സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് ഇനി വ്യക്തമാകാൻ ഉള്ളത്. ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 9 വരെ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുന്നവരുടെ വാദമായിരിക്കും കേൾക്കുക. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. കാരണം ഈ പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ അതിനെ എതിർത്തുകൊണ്ടുള്ള നിലപാടായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ വിഷയത്തിൽ എന്താണ് നിലപാട്, ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അത് നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച പഴയ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമോ, അല്ലെങ്കിൽ പുതിയ നിലപാടിലേക്ക്, ആ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യം കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായി തന്നെ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ട സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 7 മുതൽ 9 വരെ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുന്നവരുടെ വാദം കേൾക്കും എന്നാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പുനഃപരിശോധനാ ഹർജികളെ അനുകൂലിക്കുന്ന വാദങ്ങൾ സുപ്രീം കോടതിയിൽ പരിഗണിക്കുക. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ എതിർക്കുന്നവരുടെ വാദങ്ങൾ, നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് എന്ത് എന്ന് അതിൽ ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ അതിൽ നിന്നും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഏപ്രിൽ 7 മുതൽ 9 വരെ ഈ സമയത്ത് തന്നെ വ്യക്തമാകുന്നതായിരിക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലോ അതിൽ മാറ്റമുണ്ടാക്കുകയാണെങ്കിലോ ഏത് നിലപാടിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാലും അത് പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗതമായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇടത് തത്വങ്ങൾക്ക് അനുസൃതമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ, ജനകീയ പ്രതിഷേധങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നേരത്തെ VS അച്യുതാനന്ദൻ്റെ LDF സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടായി
ആയിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്നത്. പിന്നീട് എത്തിയ UDF സർക്കാർ അതിന് യുവതീ പ്രവേശനത്തെ എതിർത്തുള്ള നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചു. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് ആദ്യം കേൾക്കുക. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് ആദ്യം കേൾക്കുക. ആ പിന്തുണയ്ക്കുന്നവരുടെ വാദ്യം ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 9 വരെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്ന വാദമുണ്ട്. ആ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരിൽ ആദ്യം കേസ് നൽകിയ വനിതാ അഭിഭാഷകർ അടക്കമുള്ളവരാണ്. അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന മറ്റാരാണ് എന്ന കാര്യം നമുക്ക് കൃത്യമായി ഇപ്പോഴും അറിയില്ല. അപ്പോൾ ആ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്ന കൂടുതൽ ആളുകളുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.